ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു പെൻസിൽ വേൾഡ്. അപ്പം നമ്മൾ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഒരു ഫുൾ ഡേ വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നത്. ഫുൾ ഡേ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് യാതൊന്നും തന്നെ കാണില്ല. ഡ്രോയിങ് മാത്രമാണ് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. കാരണം ഒരു ഫോട്ടോ വരയ്ക്കാനുണ്ട്. ഇന്നും നാളെ കഴിഞ്ഞൊക്കെ ആയിട്ട് അതൊന്ന് തീർക്കണം. പറ്റുവാണെങ്കിൽ അതിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് ഇടാൻ പറ്റുമോ നോക്കാം. കാലിന് അത്യാവശ്യം വേദനയും കാര്യങ്ങളുണ്ട്, തന്നെ നടക്കാൻ പറ്റിയിട്ടില്ല. വിരലിനൊക്കെ ആണെങ്കിലും ഒരു സെറ്റപ്പായി വരുന്നതേ ഉള്ളൂ. കാരണം വിരലിൻ്റെ ഒരു ജോയിൻ്റ് ആയിരുന്നു പൊട്ടിയിരുന്നത്. അപ്പോൾ ജസ്റ്റ് നടക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. നമ്മൾ കോഫിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, രാവിലത്തെ കോഫിയാണ്. ഇനി വരയ്ക്കാനുള്ള സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ടി വിയൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് വേണം വരയ്ക്കാൻ തുടങ്ങാൻ. ഇപ്പം വരയ്ക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൽ നമ്മുടെ വരയ്ക്കുന്ന സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ്. അപ്പം അതായത് നമുക്ക് കോഫിയൊക്കെ കുടിച്ച് വെച്ചിട്ട് പയ്യെ വരയ്ക്കാൻ തുടങ്ങാം. ഇടയ്ക്ക് കാണിക്കാം നിങ്ങളെ. ഇപ്പം ഇതാണ് നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്ന പിക്ചർ. തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് ഔട്ടർ ലൈൻ ഇട്ടിട്ട് ഫേസ്, കണ്ണിൻ്റെയും മൂക്കിൻ്റെയും പോർഷൻ ഒന്ന് ഷെയ്ഡ് ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ. അപ്പം ഒരുപാട് സമയം ഇങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, കാല് കുത്തിയിരിക്കാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ ടൈം ഇരുന്ന് വരയ്ക്കാൻ പറ്റത്തില്ല. അങ്ങനെയും കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിലൊക്കെ തന്നെയും വീഡിയോ ഒക്കെ കുറവായിട്ട് ഇടാനൊന്നും പറ്റാതിരുന്നത്. അങ്ങനെ ഉച്ചയായി. സാധനങ്ങളെല്ലാം തന്നെ ഇവിടെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. നല്ല രീതിക്ക് വിശക്കുന്നുണ്ട്. അപ്പം ചോറും മീൻകറിയാണ് ഇന്നത്തെ ഫുഡ്. ആയാലും അത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു. കാരണം ഫുഡാണല്ലോ നമുക്ക് മെയിൻ. ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെയുണ്ട്. ഏതായാലും വരയ്ക്കുന്ന സമയമായിരുന്നുകൊണ്ട് ടി വി ഒക്കെ ഓഫാക്കിയായിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് സമയം ഒന്ന് കിടന്നുറങ്ങാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ നമ്മളൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് ഇപ്പോൾ രാത്രിയായി. രാത്രിയായിട്ടുണ്ട്. ബ്രദറൊക്കെ വന്നിട്ടുണ്ട്. അവൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് അവൻ വന്നു. അച്ഛനുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ പരിപാടിയിൽ തന്നെയാണ്. അവരെല്ലാവരും അവരവരുടെ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുവാണ്. സോ നമ്മൾ രാവിലെ വരച്ച് വച്ചത് ഇത്രയും നമ്മൾ രാവിലെ വരച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ കിടന്നൊന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി നമ്മൾ വരയ്ക്കുവാണ്. ബാലൻസ് പോർഷൻ ഞാൻ നിങ്ങൾക്ക് വരച്ചിട്ട് പുറകെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. തീർന്നിട്ടില്ല. ഹെയർ കംപ്ലീറ്റ് ആയിട്ടില്ല, അതുപോലെ ഇയർ കംപ്ലീറ്റ് ആയിട്ടില്ല. ഷെയ്ഡിങ് മാത്രമേ ആയിട്ടുള്ളൂ. ബാക്കി പോർഷൻ ഒന്നും തന്നെ വരച്ചിട്ടില്ല കേട്ടോ. ഇത് ഇപ്പം നാളെ കഴിഞ്ഞ് ഒക്കെ ആയിട്ട് വേണം തീർക്കാൻ. നമുക്ക് 2 അല്ലെങ്കിൽ 3 ദിവസത്തെ ടൈമേ ഉള്ളൂ. അപ്പം സത്യം പറഞ്ഞാൽ ഒരു പിക്ചർ വരയ്ക്കാൻ 3 ദിവസമൊന്നും വേണ്ട. പക്ഷെ നമുക്കിപ്പോൾ ഫുൾ ടൈം ഇരുന്ന് വരയ്ക്കുക എന്നൊക്കെ പറയുന്നത് പറ്റില്ല. ഒരു 7-8 മണിക്കൂറൊക്കെ ഇരുന്ന് വരയ്ക്കുക എന്നൊക്കെ പറയുന്നത് ഇപ്പം നിലവിൽ കാലിൻ്റെയൊക്കെ വേദനയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പറ്റാറില്ല. അങ്ങനത്തെ ചില ചെറിയ ഹെൽത്ത് ഇഷ്യൂസിൻ്റെ പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ വരയ്ക്കാൻ പറ്റാത്തത്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു പിക്ചറൊക്കെ സുഖമായിട്ട് നമുക്ക് 1 ദിവസം കൊണ്ടോ 1.5 ദിവസം കൊണ്ടൊക്കെ നമ്മൾ വരയ്ക്കാറുണ്ട്. അതാണ് നമ്മൾ സാധാരണ അങ്ങനെയാണ് ചെയ്യാറ്. അതുപോലെ ഫോണിൻ്റെ ചാർജും കുറഞ്ഞു തുടങ്ങി. സമയം ഇപ്പോൾ ഏകദേശം 12 മണിയായി. രാത്രി എടുത്ത കോഫിയും തീർന്നു. കോഫി കുടിയും കഴിഞ്ഞു. ഏതായാലും ഇനി അധിക സമയം വരച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല. അതുകൊണ്ട് നമ്മൾ കിടക്കാൻ പോവാണ്. എന്നാൽ നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇനി നമുക്ക് നാളെ കഴിഞ്ഞൊക്കെയായിട്ട് വരയ്ക്കാം. പറ്റുവാണെങ്കിൽ ഞാൻ പുറകെ അതിൻ്റെ വീഡിയോസ് ഇടാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.